വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യണമെന്നുള്ളതൊന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ റഹ്മത്തുള്ള ഖാസിമി പറയുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. ഇല്ലേ, മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞ് വിശദീകരിച്ചാണ്, ഒന്ന് കേൾക്കുക. വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി ഒന്നിച്ച് വന്നാൽ അഹുൽ ബാല്യത്തിനോട് എന്ത് പറയും? പെരുന്നാൾ നിസ്കരിച്ച് പോകുമ്പോ നിങ്ങൾ ജുമാക്കാരനാണ്, ഒരു ജുമാക്കിലല്ല. എല്ലാവർക്കും പിടുത്തം കിട്ടിയില്ലേ? വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മദീന പള്ളിയിലേക്ക് സ്വഹാബാ കിറാം വരുമ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നഞ്ഞി പിന്നെ ജുമാക്ക് വരണ്ട, നഞ്ഞി ജുമാക്ക് വരണ്ട എന്ന് പറയുന്നത്. പിടുത്തം കിട്ടി. ഏതായാലും ബാക്കി പറയട്ടെ. ഈ സംഭവം ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് പറയണേ, നിങ്ങൾ ആരോടും പുറത്ത് പറയണ്ട കേട്ടോന്ന്, പുറത്താരോടും പറയണ്ടെന്ന്. ഏത് പെരുന്നാൾക്ക് വന്നിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കാണ്ട് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ജുമാക്ക് വരണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ആരോടും പുറത്ത് പറയണ്ട കേട്ടോ. ഇനി അങ്ങനെ വേറെ ഒന്നും കൂടി അതിന്റെ ബാക്കിയും കൂടി പറയട്ടെ. അങ്ങനെ എത്ര സംഭവങ്ങൾ മദീന പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. മദീന പള്ളിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറഞ്ഞ ഇയാൾ ഒരുപാട് സുന്നത്തമായത്തിന് വേണ്ടി കൊണ്ട് പ്രസംഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു പിന്നെ തലയും വാരുമില്ലാത്ത സംസാരം സംസാരിക്കരുത് സഹോദര, തലയും വാരുമില്ലാത്ത സംസാരം സംസാരിക്കരുത്. പെരുന്നാൾ നിസ്കാരവും വെള്ളിയാഴ്ചയും ഒരേ ദിവസത്തിൽ വന്നാൽ, അഥവാ പെരുന്നാളും വെള്ളിയാഴ്ചയും പെരുന്നാൾ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾ ജുമാക്ക് വരണ്ടെന്ന് പറയും. അങ്ങനെ എത്ര സംഭവങ്ങൾ മദീന പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇനി അത് പുറത്ത് വരണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്ന അവസ്ഥകൾ എന്തായിരുന്നു, ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ. ആ സമയമാണോ ഇപ്പോൾ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നത് ജുമാക്കാണ് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്നത്. കുറേ ദൂരത്തുള്ള ആളുകൾ ആഴ്ചയിലാണല്ലോ ഇപ്പോൾ ഈ പള്ളിയിൽ വരുന്നത്. ഒരുപാട് ദൂരത്തുള്ള ആളുകൾ ആഴ്ചയിലാണ് പള്ളിയിലേക്ക് വരുന്നത്. അല്ലാതെ എല്ലാ വഖത്തുകൾക്കും അവർ പള്ളിയിൽ വരുന്നില്ല. ഇന്നത്തെ മാതിരി കണ്ണിക്ക് പള്ളിയുള്ള കാലമല്ലല്ലോ, ഒരുപാട് ദൂരത്ത് പള്ളിയുള്ള കാലമല്ലേ. അപ്പോൾ അവർ പള്ളിയിൽ വരുന്ന എപ്പോഴാണ്? ഒരു വെള്ളിയാഴ്ചയിലാണ് പള്ളിയിൽ വരുന്നത്. അപ്പോൾ ഒരു വെള്ളിയാഴ്ചയിൽ, ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയിൽ വരുമ്പോൾ ആ വെള്ളിയാഴ്ച അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ എത്ര നേരത്തെ എണീറ്റ് പോരണം? ആ ജുമാക്ക് അവിടേക്ക് എത്തണമെങ്കിൽ പാവങ്ങളായ ആളുകൾക്ക് വണ്ടി സൗകര്യങ്ങളും മറ്റും വാഹനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ എത്ര നേരത്തെ എണീറ്റ് പോരണം? എണീറ്റ് പോന്നെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുക? ആ ജുമാ കിട്ടുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് ഒരേ ദിവസത്തിൽ വന്നാൽ, ഈ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ, ഈ മുഅക്കദായ സുന്നത്ത് നിസ്കാരമായ ഈ വെള്ളിയാഴ്ചയിൽ വന്ന ഈ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ട് അവരത്രയും നേരത്തെ എണീറ്റ് പോരണം. ആ എണീറ്റ് പോന്ന് പെരുന്നാൾ നിസ്കാരം നേരത്തെ കഴിയുന്നു. സൂര്യൻ ഉദിച്ചു ഒരു കുന്തത്തിൻ്റെ കതിര് കണ്ട് സൂര്യൻ പിന്നെ ഉയർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമായല്ലോ. അപ്പോൾ ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ടൈമിൽ നിസ്കരിക്കാൻ വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യും? ആളുകൾ വരും. അങ്ങനെ ആ സമയത്ത് ആളുകൾ എത്രയോ നേരത്തെ എണീറ്റ് വന്നാൽ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്രേ, എന്ത്? ഇനി ഈ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ പോയിട്ട് എന്ത് ചെയ്യണ്ട, ഇനി ജുമാക്ക് വരേണ്ടതില്ല. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഇനി ജുമാക്ക് വരേണ്ടതില്ല. അതെന്തുകൊണ്ട്? അത്രയും നേരത്തെ എണീറ്റ് വന്ന് അവരിവിടെ പെരുന്നാൾ നിസ്കരിച്ച് ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അവർക്ക് തിരിച്ചു വരാൻ അസൗകര്യങ്ങൾ ഉള്ള ആളുകളോടാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞ വിഷയം ഇതൊന്ന് പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ദീനിനെ അതല്ലെങ്കിൽ ജുമായെ കൊച്ചാക്കുകയാണോ വേണ്ടത് റഹ്മത്തുള്ളാഹി ഖാസിമി? അതല്ലല്ലോ വേണ്ടത്. അതിൻ്റെ ആ അടിത്തറ നിങ്ങൾക്ക് അറിയാലോ, അതാണ് പറഞ്ഞു കൊടുത്തൂടെ. ഏത് സന്ദർഭത്തിലാണ് ആ സംഭവം ഉള്ളത്, ഏത് സമയം? കിതാബിൽ സംഭവങ്ങൾ ഹദീസിൽ കാണുമ്പോൾ ഹദീസിൻ്റെ അതേ നെസ്സായ രൂപത്തിലാണ് അർത്ഥം വെച്ച് പോകാനൊന്നും പറ്റൂല. അതിനാണ് പണ്ഡിതന്മാർ വിശദീകരിക്കാനുള്ളത്. ആ പണ്ഡിതന്മാരത് വിശദീകരിക്കും. ഖുർആനാണെങ്കിലും ഖുർആനും വിശദീകരിക്കും. ഖുർആനിൽ യാ അയ്യുഹന്നാസ് ഇദാ കുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് എന്നുണ്ട് അല്ലേ? നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യാ അയ്യുഹന്നാസോ ജനങ്ങളെ, ഇദാ കുംതും ഇല സ്വലാത്തി നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് നിങ്ങൾ എന്ത് ചെയ്യണം? മുഖം കഴുകണം, നിങ്ങളെ കാല് കഴുകണം, കൈ കഴുകണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതങ്ങനെയാണോ? നിസ്കരിക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചാൽ അല്ലേ, നിസ്കരിക്കാൻ വേണ്ടിക്കൊണ്ട് ഉദ്ദേശിച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിക്കും. അപ്പോൾ പണ്ഡിതന്മാർ അവരുടെ ഒരു വ്യാഖ്യാനങ്ങളും അതിൻ്റേതായ ഒരു തഫ്സീറുകളും അതിൻ്റേതായ ഒരു ഹദീസുകളും കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്ന വിഷയം ഫിഖ്ഹിൽ വരും. അപ്പോൾ ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ആരോടാണ് പറഞ്ഞത്? അത്രയും ദൂരം നടന്നു വരുന്ന ആളുകളോടാണ് ഈ പറയുന്നത്. അപ്പം ഇന്ന് ആ പ്രശ്നമുണ്ടോ ഇല്ലേ? ഇന്ന് ആ പ്രശ്നങ്ങളില്ല. ഇന്ന് ആ പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം ഇന്ന് കണ്ണിക്ക് പള്ളിയാണ്. എല്ലാ കണ്ണിക്കും പള്ളികളാകുമ്പോൾ ഇന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പോയിട്ട് അന്ന് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ അന്ന് എന്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏത് ജുമാക്ക് നിങ്ങൾ വരേണ്ടതില്ല, ജുമാങ്ങൾ ഇനി നിസ്കരിക്കേണ്ടതില്ല. ആയതുകൊണ്ട് കമ്മിറ്റി നാ ജുമാ നടത്തും വേണം, ഖത്തീബ് നാ വന്നോളണമല്ല. മറ്റേ ചങ്ങായി പറഞ്ഞില്ലേ മുജാഹിദുകാരം എന്നതുപോലെ കമ്മിറ്റി നടത്തും വേണം, മുജാഹിദ് ഖത്തീബിന് വന്നോളണമെന്നില്ല. എന്നാൽ നിർബന്ധമാണ് താനും, വന്നിട്ടില്ലെങ്കിൽ കുറ്റമല്ല, പങ്കെടുത്തിട്ടില്ലെങ്കിൽ കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാടകം. എന്തിനാ നിങ്ങളൊക്കെ ചെയ്യണമെന്ന്? ഇത് ആരോടാണ് പറഞ്ഞത്? അന്നത്തെ അസൗകര്യങ്ങൾ കാരണം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് ജുമാക്ക് വരാൻ അസൗകര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ പോയിട്ട് അവർ ഭക്ഷണം കഴിച്ച് ഇവിടേക്ക് എത്തൂല, ജുമാക്ക് എത്തൂല, നടന്നു പോരേണ്ടവരാണ്. അവരോടാണ് ഈ പറയുന്നത്, നിങ്ങൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു പോയാൽ ഇനി നിങ്ങൾ ജുമാക്ക് വരേണ്ടതില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഏത് പള്ളിയിലുമാണെങ്കിലും സെക്കൻഡുകൾ മതി നമുക്ക് പോയി വരാൻ. പെരുന്നാൾ നിസ്കാരം നമ്മൾ 8 മണിക്ക് നടത്തുമ്പോൾ 7:59 ചിലപ്പോൾ പെരിയിൽ നിന്ന് ഇറങ്ങണത്. കാരണം ഇവിടെ എത്തും, സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് പോയിട്ട് ഓനിഞ്ഞി ഒന്ന് കടന്നുറങ്ങിയിട്ട് പോന്നാൽ മതി, എത്തും, ജുമാക്കെത്തും. കാരണം എന്താ? സൗകര്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ ഖാസിം ഉസ്താദെ നിങ്ങളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തെല്ലാം അത്തരം സംഭവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുമ്പോൾ കരുതും മദീന പള്ളിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വിട്ടുവീഴ്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് സൗകര്യങ്ങൾക്കും അസൗകര്യങ്ങൾക്കും അനുസരിച്ചിട്ട് സംസാരങ്ങൾ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.